എങ്ങനെയാണ് നമ്മുടെ സദക്കകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉപജീവനത്തെ അല്ലെങ്കിൽ സാമ്പത്തികാവസ്ഥകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. അതൊന്നെന്താ അറിയോ, നമ്മൾ നമ്മുടെ സമ്പത്തിനൊരു നിശ്ചിത വിഹിതം കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മുടെ കയ്യിലുള്ളതിന് എന്ത് ചെയ്യുന്നറിയോ, അള്ളാഹു നമുക്ക് ബർക്കത്ത് തരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹിൻ്റെ ഒരു ബർക്കത്ത്, ഒരു കുരുത്തം. സാധാരണ പറയാനുള്ളത് പോലെ 3 ലക്ഷം കയ്യിലുണ്ടായാൽ കിട്ടാത്ത ഗുണം 300 രൂപ കയ്യിലുണ്ടെങ്കിൽ കിട്ടുക എന്ന് പറഞ്ഞല്ലോ. ആ ഗുണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കുന്നതിനനുസരിച്ച് കൊണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് തരുന്നുള്ളതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാമ സ്വൻആനി അദ്ദേഹത്തിൻ്റെ സുബുലുസ്സലാമിൽ ഹദീസിൻ്റെ ഷറഹിൽ പറയുന്നുണ്ട്. ഈ ഹദീസിൻ്റെ വ്യാഖ്യാനമായി കൊണ്ട് അള്ളാഹ് റസൂൽ പറഞ്ഞു, മാ നഖസത്ത് സ്വദഖത്തും മിൻ, സദക്ക കൊടുത്തിട്ട് ഒരാളുടെ ധനം കുറഞ്ഞു പോകില്ല എന്നാണ്. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, വിട്ടുവീഴ്ച ചെയ്താൽ അവൻ്റെ പ്രതാപം വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. ഒരാൾ വിനയം കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ ഉയർത്തുമെന്നാണ്. ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പണം നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിട്ടും നമുക്ക് എങ്ങനെയാണ് സമ്പത്തിൽ വർധനവുണ്ടാകുന്നത്? ഒന്നാമത് പറഞ്ഞത് അൻ യുബാരിക ലഹു ഫീഹി, അല്ലാഹ് ബർക്കത്ത് കൊടുക്കും. അപ്പം ആത്മാർത്ഥമായി സദക്ക കൊടുക്കാത്ത ഒരുത്തനും അവൻ്റെ പണത്തിന് ബർക്കത്തില്ല എന്നാണ്. കോടികൾ കയ്യിൽ വരുന്നു, പക്ഷെ ജീവിതത്തിൽ പണത്തിൻ്റെ ഒരു പ്രയോജനം അവന് കിട്ടാതെ പോകുന്നു. എന്താണ് കാരണം? അവൻ്റെ സമ്പത്തിൻ്റെ ആസ്തിക്കനുസരിച്ച് കൊണ്ടൊരു വിഹിതം ആത്മാർത്ഥമായി അവൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവന് ബർക്കത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ അപകടങ്ങളെ അള്ളാഹു തടുക്കും. നമ്മളിത്തിരി 10 ലക്ഷം ഇങ്ങനെ ആയി വരുമ്പോൾ ഒരു വലിയൊരു അസുഖം വന്നു, ഒരു 12 ലക്ഷത്തിൻ്റെ അസുഖം വന്നാൽ കഴിഞ്ഞില്ലേ? 2 ലക്ഷം പിന്നെ കടല്ലേ സുഹൃത്തുക്കളെ. സദക്ക കൊടുക്കണമെന്ന് അള്ളാഹു ആപത്തുകളെ തടുത്തു കൊടുക്കണം. അപ്പം അവൻ്റെ ഉള്ള പൈസ ഉണ്ട് അവന് മാന്യമായി ജീവിച്ചു പോകാൻ പറ്റുമെന്നാണ്. ഈ ബർക്കത്ത് കൊണ്ട് എന്തെന്ന് വെച്ചാൽ അവൻ്റെ സമ്പത്ത് കുറയാതെ അള്ളാഹു വെക്കും. അതാണ് സ്വതക്ക കൊണ്ട് സമ്പത്ത് കുറയില്ല എന്ന് പറഞ്ഞ ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താ വെച്ചാൽ അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുക. അവനുള്ള പണത്തിന് തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ ഉപകാരം അള്ളാഹു എന്ത് ചെയ്യുക, ഇരട്ടിപ്പിച്ചു കൊടുക്കുക. അന്നഹു യഹ്സുലു ബിസ്സവാബിൽ ഹാസിൽ അനി സ്വതക്ക ജുബ്റാനു നഖ്സിൻ അൻ, അത് കുറയാതെ അള്ളാഹു എന്ത് ചെയ്യും, അത് പരിഹരിച്ചിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അതിലേറെ പ്രധാനം എന്താ അറിയോ, ഒരാൾ എന്തെങ്കിലും ഒരാൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു ആ കൊടുത്തതിൻ്റെ മൂല്യം കണക്കാക്കി അല്ലെങ്കിൽ അതിനധികമായിട്ട് അള്ളാഹു വേറെ നിലക്ക് അവന് വരാനുള്ള വഴി ഉണ്ടാക്കിക്കൊടുക്കും. അവൻ ആത്മാർത്ഥമായി കൊടുക്കുന്ന ദാനത്തിന് പകരം അവൻ എന്ത് ചെയ്യും, അള്ളാഹു കൊടുക്കും. അത് ഖുർആൻ പറയുന്നതാണ്, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും, പകരം തരുമെന്ന് സൂറത്തു സബയിലെ 39-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു.